കുട്ടികളെ, അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ഈ വിഷം കഴിച്ചിട്ടുണ്ട്, കഴിക്കുന്നുണ്ട്, ഇനിയും ചിലപ്പോൾ കഴിക്കും. അറിയണോ? മാമ്പഴം വാങ്ങാൻ പോയിട്ടുണ്ട്. നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് ശാസ്ത്രം, സയൻസിനെ കുറിച്ചൊരു ക്ലാസ്സാണ്. സയൻസ് എന്ന വാക്കിൻ്റെ മീനിങ് ഒറ്റ വാക്കി പറയാമോ നിങ്ങൾക്ക്? ഒന്ന് ആലോചിക്കൂ. അതെ, ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അറിവ്. അപ്പം ശാസ്ത്രം പഠിക്കുക എന്ന് പറഞ്ഞാൽ അറിവ് നേടുക. പ്രകൃതിയിലുള്ള എല്ലാ കാര്യങ്ങളും ശാസ്ത്രം തന്നെയാണ്. പക്ഷെ അത് നമുക്ക് ശാസ്ത്രം രസിച്ച് പഠിക്കാം, പഠിച്ച് രസിക്കാം. അത് വേണമെങ്കിൽ പരീക്ഷണങ്ങളൊക്കെ അത്യാവശ്യമാണ് ശാസ്ത്രത്തിൽ. എൻ്റെ പേര് കെ സുരേഷ് കുമാർ. തിരുമല എബ്രഹാം മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായി ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററായും പ്രവർത്തിച്ച് പെൻഷനായി ഇപ്പോഴും പാഠപുസ്തക സമിതി അംഗമായി തുടരുന്നു. NVKSS ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അക്കാഡമിക് അഡ്വൈസറായും പ്രവർത്തിക്കും. നമുക്കൊരു നല്ല പ്രോഗ്രാമല്ലേ? ഒരു പ്രോഗ്രാമിനൊരു ഉദ്ഘാടനം വേണ്ടേ? എല്ലാവരും വിളക്ക് കത്തിച്ചല്ലേ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനും ഒരു വിളക്ക് കത്തിച്ചുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. ഈ വിളക്കിലേക്ക് ഞാൻ തിരിയിടുന്നില്ല, പകരം ഒരു സാധനം ഇടുകയാണ്. എന്താണ് ആ സാധനം? പിന്നെ പറയാം. വിളക്കുകളിലേക്ക് തിരികെത്തിക്കാൻ എണ്ണ ഒഴിക്കൂലേ? ഞാൻ ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വിളക്കെണ്ണയല്ല, വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഒന്ന് വാച്ച് ചെയ്യൂ. വിളക്ക് സ്വയം കത്തിയല്ലേ, ഞാൻ അങ്ങോട്ട് തീ കൊടുക്കേണ്ടി വന്നില്ല. തീ അവിടെ വന്നു. ഇനി ഇതിൻ്റെ വിശദാംശം പറയാം. ഇവിടെ ഞാൻ ഒരു സാധനം എന്ന് പറഞ്ഞിട്ടത് ഒരു കെമിക്കലാണ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഇത് നിങ്ങൾക്ക് മെഡിക്കൽ സ്റ്റോറുകളിൽ വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനമാണ്. ഒരു മരുന്നും കൂടെയാണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇങ്ങനെ കവറിൽ കിട്ടും. നിങ്ങൾക്ക് ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് വാങ്ങാം. അത് ഉപയോഗിച്ച ശേഷം കവറിങ്ങനെ നന്നായിട്ട് മടക്കി വയ്ക്കണം. അല്ലെങ്കിൽ ഇത് ജലാംശം ആഗിരണം അബ്സോർബ് ചെയ്താൽ പിന്നെ നേരെ പ്രവർത്തിക്കില്ല. അതുകൊണ്ട് ഉപയോഗിക്കാത്തപ്പോഴൊക്കെ മടക്കി ചുരുട്ടി കവറിലാക്കി ഭദ്രമായിട്ട് സൂക്ഷിക്കണം. ഇവിടെ ഞാൻ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞ് ഒഴിച്ചത് വെളിച്ചെണ്ണ അല്ലായിരുന്നു, അത് ഗ്ലിസറിനായിരുന്നു. ഗ്ലിസറിനും പൊട്ടാസ്യം പെർമാംഗനേറ്റും തമ്മിൽ പ്രവർത്തിച്ച് ആ പ്രവർത്തന ഫലമായി ഒരുപാട് താപം, ഒരുപാട് ഹീറ്റ് ഉണ്ടായി. പൊട്ടാസ്യം മാംഗനേറ്റ് ഉണ്ടായി, ഓക്സിജൻ ഉണ്ടായി. ആ താപം കാരണം ഇവയെല്ലാം ചൂടായി. നമ്മൾ വിളക്ക് കത്തിക്കുന്നു, മെഴുതിരി കത്തിക്കുന്നു എന്ന് പറയുന്നതൊക്കെ തെറ്റാണ്. നമ്മൾ ഒരു സാധനവും കത്തിക്കാൻ നമുക്ക് കഴിയില്ല. പിന്നെന്തിനാ തീപ്പെട്ടിക്കുള്ളി കത്തിച്ച് കാണിക്കുന്നത്? അത് ഏതൊരു സാധനവും ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തിയാൽ തന്നെത്താന് അതിൽ നിന്ന് തീ വരും. ഫോർ എക്സാമ്പിൾ, വൈറ്റ് ഫോസ്ഫറസ് 39 ഡിഗ്രി എത്തിയാൽ അതിൽ നിന്ന് തന്നെത്താനെ തീ വന്നോളും. ആ ടെമ്പറേച്ചർ, അതിനെ ഇഗ്നീഷൻ ടെമ്പറേച്ചർ എന്ന് പറയും. ഏതൊരു വസ്തുവും ഇഗ്നീഷൻ ടെമ്പറേച്ചർ എത്തിയാൽ സ്വയം തീ പിടിക്കും. സ്വയംഭൂവാണ് തീ. അപ്പം നിങ്ങൾ വിളക്ക് കത്തിക്കാൻ, മെഴുതിരി കത്തിക്കാൻ എന്താ ചെയ്യുന്നത്? ഒരു ഫ്ലെയിം കാണിക്കുമ്പോൾ ആ ഫ്ലെയിം കാരണം തിരിയും എണ്ണയും ചൂടാവുകയും അതിൻ്റെ ഇഗ്നിഷൻ ടെമ്പറേച്ചർ എത്തുമ്പോൾ തീ അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്വയം വരികയും ചെയ്യുന്നു. ഞാൻ കുഞ്ഞുനാളായിരുന്നപ്പോൾ എൻ്റെ അമ്മ എനിക്ക് പല്ല് തേക്കാൻ തന്നിരുന്നത് ഉമിക്കരിയാണ്. അന്ന് അമ്മ ഉമിക്കരി ഉണ്ടാക്കുന്ന കാണാൻ ഭയങ്കര രസമായിരുന്നു.
ഒരു ചീനച്ചട്ടിയിൽ ഉമി എടുത്തിട്ട് വറുത്തുകൊണ്ടിരിക്കും. കുറേ കഴിയുമ്പോൾ തന്നെത്താനെ ഉമിയെല്ലാം കൂടെ അങ്ങ് കത്തും. അത് കാണാൻ വേണ്ടി ഞങ്ങൾ എന്ന് പിറകെ നിൽക്കുക മേഡം. ആ തന്നെത്താനെ ഇത്ര ഉമയും കൂടെ ഒരുമിച്ച് അങ്ങോട്ടൊരു ആളി കത്തലുണ്ട്. എന്ത് രസമായിരുന്നു കാണാൻ. ഇന്നത്തെ അമ്മമാരൊന്നും അന്ന് പിള്ളേർക്ക് കാണിച്ചു കൊടുക്കുന്നില്ല. അങ്ങനെ തീ വരുമ്പോൾ വെള്ളം തളിച്ച് അല്പം കുരുമുളകും അല്പം ഉപ്പും കൂടെ ഇട്ട് പൊടിച്ച് ഞങ്ങൾക്ക് തരുമായിരുന്നു. അന്ന് അമ്മയുടെ നിന്ന് പഠിച്ചതാണ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ, സ്വയം കത്തുവാണ്. അപ്പം ഇവിടെയും ആ ഉണ്ടായ താപം കാരണം കെമിക്കൽസ് എല്ലാം ചൂടായി ഇഗ്നിഷൻ ടെമ്പറേച്ചർ എത്തിയപ്പോൾ സ്വയം തീ പിടിച്ചു. നിങ്ങൾക്കെല്ലാം പരിചയമുള്ള സാധനമല്ലേ തീപ്പെട്ടി? ഇംഗ്ലീഷിൽ ഞാൻ എന്താ പറയുന്നത്? സേഫ്റ്റി മാച്ച് ബോക്സ്. എങ്ങനെ സേഫ്റ്റി എന്ന പേര് വന്നത്? പണ്ട് ആദ്യകാലത്ത് തീപ്പെട്ടി ഉണ്ടാക്കിയപ്പോൾ വൈറ്റ് ഫോസ്ഫറസ് ആ ഉപയോഗിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞു വൈറ്റ് ഫോസ്ഫറസ് 39 ഡിഗ്രി എത്തിയാൽ തന്നെ തീ പിടിക്കും. അന്നേ ചില രാജ്യങ്ങളിലെങ്കിലും സമ്മർ സീസണിൽ ഉച്ചയ്ക്ക് 39 ഡിഗ്രി കഴിയുമായിരുന്നു. അന്ന് ലോകത്തെ 90% വീടുകളും ഓലയോ മറ്റിലകളോ കൊണ്ട് മേഞ്ഞ കുടിലുകളായിരുന്നു. അപ്പം നട്ടുച്ചയാകുമ്പോൾ ഈ തീപ്പെട്ടി അങ്ങ് തന്നെ കത്തും. ഓലക്കുടിലുകളും ഇലക്കുടിലുകളൊക്കെ തീ പിടിച്ച് നശിക്കും. അതുകൊണ്ട് അന്നത്തെ ആൾക്കാർ ചെയ്യുന്നത് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അതിൻ്റെ നടുക്കൊരു കുഞ്ഞു പാത്രം വെച്ച് അതിൽ തീപ്പെട്ടി വയ്ക്കും. അപ്പോൾ ഇത് കത്തിയാലും ചുറ്റും വെള്ളം കാരണം തീ പടരില്ല. അങ്ങനെ പാടുപെട്ട തീപ്പെട്ടി സൂക്ഷിച്ചു. പക്ഷെ പിന്നീട് റെഡ് ഫോസ്ഫറസ് കണ്ടുപിടിച്ചപ്പോൾ വൈറ്റ് ഫോസ്ഫറസ് മാറ്റി റെഡ് ഫോസ്ഫറസ് ആക്കി. റെഡ് ഫോസ്ഫറസ് ആകുമ്പോൾ 250 ഡിഗ്രി എത്തിയാലേ തീ പിടിക്കൂ. 250 ഡിഗ്രി ഒരു വീട്ടിലും തന്നെത്താൻ ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പം സുരക്ഷിതത്വമായപ്പം മാച്ച് ബോക്സ് എന്നുള്ള സേഫ്റ്റി മാച്ച് ബോക്സ് ആക്കി തരും. ഇങ്ങനെ പേരിനെല്ലാം പിറകിൽ ഒരു സംഭവമുണ്ട്, ഒരു ചരിത്രമുണ്ട്. നിങ്ങൾ അത് അന്വേഷിക്കണം. അതാണ് ശാസ്ത്രം. കൂടുതൽ ഉദാഹരണങ്ങൾ ഞാൻ പറയാം. അതിനുമ്പോൾ എനിക്ക് ഇച്ചിരി ദാഹിക്കുന്നു. ഞാൻ അല്പം വെള്ളം കുടിച്ചിട്ട് ബാക്കി പറയാം. ദാഹം. വെള്ളം കുടിക്കുന്ന കണ്ടല്ലോ. വെള്ളം തന്നെയാണെന്ന് ബോധ്യപ്പെട്ടല്ലോ. കെമിക്കലൊന്നും അല്ല. കെമിക്കലാണെങ്കിൽ ഞാൻ കുടിക്കില്ല കേട്ടോ. ഈ വെള്ളം ഞാനൊരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കും. ഒരു ഗ്ലാസ് വെള്ളം കുപ്പിയിൽ നിന്ന് എടുത്തു. ഈ വെള്ളം ഞാൻ രണ്ടാമത്തെ കപ്പിലോട്ട് മാറ്റുകയാണ്. നോക്കൂ, ആ വെള്ളത്തിനൊരു നിറം വന്നു. അതേ വെള്ളം ഞാൻ മൂന്നാമത്തെ കപ്പിലോട്ട് പകരുകയാണ്. നിറം പോയി. ഈ വെള്ളം നാലാമത്തെ കപ്പിലോട്ട് പകരുകയാണ്. പാലായി. നിറം മാറി കളിച്ചൊരു മാജിക്. അങ്ങനെ തന്നെത്താനെ ദ്രാവകത്തിന് നിറം മാറുമോ? അപ്പൊ അതിന്റെ പിറകിലൊരു ശാസ്ത്ര രഹസ്യമില്ലേ? നോക്കാം. ഈ കുപ്പി ഗ്ലാസ്സിൽ ഞാനൊരു തുള്ളി ഫിനോഫ്താലിനും ചേർത്ത്. ആൽക്കലികൾക്ക് പിങ്ക് നിറം കൊടുക്കുന്ന ഒരു സൂചകം, ഇൻഡിക്കേറ്റ്. അതിലോട്ട് വെള്ളം ഒഴിച്ചപ്പോൾ ഒന്നും സംഭവിച്ചില്ല. വെള്ളം എടുത്തതുപോലെ നിങ്ങൾക്ക് തോന്നി. രണ്ടാമത്തെ കപ്പിൽ ഞാനൊരു ആൽക്കലിയായ അമോണിയം ഹൈഡ്രോക്സൈഡ് 2 തുള്ളി എടുത്തിരുന്നു. ഫിനോഫ്താലിന് കലർന്ന വെള്ളം ഇതിൽ വീണപ്പോൾ ആ ഇൻഡിക്കേറ്റർ കാരണം ഇവിടെ അമോണിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടായിരുന്നതുകൊണ്ട് പിങ്ക് നിറം ഉണ്ടായി. ഏത് ഹൈഡ്രോക്സൈഡ് നിങ്ങൾക്ക് എടുക്കാം. സോഡിയം ഹൈഡ്രോക്സൈഡോ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡോ അല്ലെങ്കിൽ കടയിൽ കിട്ടുന്ന ചുണ്ണാമ്പ് വാങ്ങിച്ച് കലക്കിയ ചുണ്ണാമ്പ് വെള്ളം, ഏതെങ്കിലും ഒരു ഹൈഡ്രോക്സൈഡ് എടുത്താൽ മതി. അമോണിയം ഹൈഡ്രോക്സൈഡ് നിങ്ങൾക്ക് കിട്ടാൻ പ്രയാസമായിരിക്കും. ചുണ്ണാമ്പ് വെള്ളം എടുത്തോളൂ. മുറുക്കാൻ കടയിൽ കിട്ടും ചുണ്ണാമ്പ്. 1 രൂപ കൊടുത്താൽ അല്പം ചുണ്ണാമ്പ്. മൂന്നാമത്തതിൽ 2 തുള്ളി സൾഫ്യൂരിക് ആസിഡ് ചേർത്ത്. സൾഫ്യൂരിക് ആസിഡും അമോണിയം ഹൈഡ്രോക്സൈഡും ചേർന്ന് നിർവീരീകരണം, ന്യൂട്രലൈസേഷൻ നടന്ന ആസിഡും ആൽക്കലി അല്ലാത്ത അമോണിയം സൾഫേറ്റ് ഉണ്ടായപ്പോൾ നിറം പോയി. ആ അമോണിയം സൾഫേറ്റ് ലായനിയെ നാലാമത്തെ കപ്പിലോട്ട് ഒഴിച്ചപ്പോൾ കപ്പിൽ ഞാൻ 2 തുള്ളി ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ചേർത്തു. ബേരിയം ക്ലോറൈഡും അമോണിയം സൾഫേറ്റും ചേർന്ന് ബേരിയം സൾഫേറ്റ് ഉണ്ടായി. അതിൻ്റെ നിറം വെളുപ്പാണ്. ഇങ്ങനെ ഓരോ കപ്പിലും ഓരോ തരം രാസപ്രവർത്തനം, കെമിക്കൽ റിയാക്ഷൻ നടന്നതുകൊണ്ടാണ് നിറം മാറിയത്. ഒരു ദ്രാവകവും തന്നെത്താനെ നിറം മാറില്ല. ഇതൊക്കെയാണ് മാജിക്കായി കാണിക്കുന്നത്. നമ്മളത് നേരിട്ട് പറയുന്നു, അവർ ഒളിച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് അടുത്ത് ഞാനൊരു ടാസ്ക്കാണ് തരുന്നത്. നിങ്ങൾക്ക് പരിചയമുള്ള സാധനമാണിത്. എന്താ ഇത്?
ചിരട്ട. ഞാനിങ്ങനെ ഒരു കുപ്പി തരും. ഈ കുപ്പി മാത്രം ഉപയോഗിച്ച് ഈ ചിരട്ടയിൽ ഏകദേശം വൃത്താകൃതിയിൽ ഒരു സുഷിരമിടണം. ആലോചിക്കൂ, എന്താ വഴി? ഈ കുപ്പിയും ചിരട്ടയും മാത്രമേ ഉപയോഗിക്കാവൂ. ചിരട്ടയിൽ ഏകദേശം വൃത്താകൃതിയിൽ ഒരു സുഷിരമിടണം. ആലോചിക്കൂ. നിങ്ങൾ തൽക്കാലം ഇത് മ്യൂട്ട് ചെയ്തിട്ട് കുറച്ച് പേര് ആലോചിക്കും. ഇനി നിങ്ങൾ ചിന്തിച്ച് കിട്ടിയ ഉത്തരം ശരിയാണോ എന്നറിയാൻ വേണ്ടി ഞാനത് ചെയ്ത് കാണിക്കും. ഈ കുപ്പി മേശപ്പുറത്ത് വയ്ക്കുന്നു, അമർത്തി പിടിക്കുന്നു ഇടത് കൈ കൊണ്ട്. വലത് കൈയിൽ ചിരട്ട പിടിച്ചിട്ട് ഈ ചിരട്ട ഞാൻ കുപ്പിയിൽ നല്ല സ്പീഡിൽ ഭയങ്കര വേഗത്തിൽ ആഞ്ഞടിക്കുകയാണ്. ഇതാ നോക്കൂ, തെറിച്ചു പോയി ഒരു നല്ല ഹോള്. ഈ ചിരട്ട കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ ഉൽപ്പന്നങ്ങളുണ്ടാക്കാം. ഒരു പ്രാവശ്യം കൂടി കാണിക്കാം. ഇടത് കൈ കൊണ്ട് കുപ്പി മേശയിലോട്ട് നല്ലവണ്ണം അമർത്തുന്നു. ചിരട്ട ഇവിടെ കൊണ്ടുവന്ന് നല്ല സ്പീഡിൽ കൊണ്ടുവന്ന് ആഞ്ഞ് അടിക്കുന്നു. ചിരട്ടയിൽ ഏകദേശം വൃത്തത്തിൽ തന്നെ ഒരു ഹോള് വീഴുന്നു. എന്താ ഇതിൻ്റെ പിറകിലെ ശാസ്ത്രം? അല്പം ഫിസിക്സ് ആണ്. ഫിസിക്സ് എന്ന വാക്കിൻ്റെ മീനിങ് ഒറ്റ വാക്കി പറയാമോ നിങ്ങൾക്ക്? നിങ്ങൾ ഒരുപാട് ഫിസിക്സ് പഠിച്ചതല്ലേ? യെസ്, ഫിസിക്സ് എന്ന വാക്കിൻ്റെ അർത്ഥം നേച്ചർ, പ്രകൃതി. അപ്പൊ ഫിസിക്സ് പഠിക്കുക എന്ന് പറഞ്ഞാൽ പ്രകൃതിയെക്കുറിച്ച് പഠിക്കുക, അതാണ് ഫിസിക്സ്. ഇവിടെ സംഭവിച്ചത്, ഈ കുപ്പിയുടെ വായവട്ടം വളരെ ചെറുതായിരുന്നു. ചിരട്ട കൊണ്ടൊന്ന് ഞാൻ ഹൈ സ്പീഡിൽ അടിച്ചു. നല്ല സ്പീഡിൽ അടിച്ചുകൊണ്ട് ഇവിടെ ഒരു വലിയ ഫോഴ്സാണ് പ്രയോഗിക്കപ്പെട്ടത്. അതേസമയം ഏരിയ ഓഫ് കോണ്ടാക്ട് വളരെ കുറവാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ, പ്രഷർ, മർദ്ദമാണെന്ന്. ഇവിടെ ഞാൻ ഉയർന്ന ഫോഴ്സ് കൊടുത്തു, വളരെ ചെറിയ ഒരു ഏരിയ എടുത്തു. ആ ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയയിൽ ന്യൂമറേറ്റർ കൂടുതലും ഡിനോമിനേറ്റർ കുറവുമായതുകൊണ്ട് ആ പ്രഷർ, ഉയർന്ന പ്രഷർ ഉണ്ടായി. ആ പ്രഷറാണ് ഈ ചിരട്ടയെ പൊട്ടിച്ചത്. നിങ്ങൾക്ക് പ്രഷർ പഠിക്കാൻ ഇതിൽ കൂടുതൽ എളുപ്പമുള്ള ഒരു പരീക്ഷണം വേണ്ട. ബട്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇത് നിങ്ങൾ ചെയ്തോളൂ. ചെയ്യുമ്പോൾ രണ്ടുമൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കരുത്, ചിരട്ട പൊട്ടൂല. കുപ്പിയുടെ ഷേപ്പ് മാറിപ്പോവുകയും ചെയ്യും. ചിരട്ട ചിലപ്പോൾ കയ്യിൽ വന്നുകൊണ്ട് കൈ വേദനിക്കും. രണ്ട്, ഈ കുപ്പി ഇടത് കൈകൊണ്ട് അമർത്തി പിടിച്ച് മേശയിൽ നല്ല അമർത്തി പിടിക്കണം, അല്ലെങ്കിൽ കുപ്പി ഇങ്ങനെ ചരിഞ്ഞു പോവും. ചിരട്ട ഒന്ന് കയ്യിലടിക്കും, കുപ്പിയും പൊട്ടും. നല്ലവണ്ണം കുത്തനെ അമർത്തി പിടിച്ചിട്ടേ ചെയ്യാവൂ. മൂന്ന്, ഈ ചിരട്ട ഇങ്ങനെ പതുക്കെ പതുക്കെ തട്ടരുത്, പൊട്ടൂല. എത്ര സ്പീഡിൽ അടിക്കുമ്പോൾ അത്ര സ്പീഡിൽ ആഞ്ഞടിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, 2 തരം ചിരട്ടകളുണ്ട്. കşണ്ണുള്ള ചിരട്ട, കണ്ണൻ ചിരട്ട. കണ്ണില്ലാത്ത ചിരട്ട, മൂടൻ ചിരട്ട. നിങ്ങൾ പ്രവർത്തനത്തിന് മൂടൻ ചിരട്ടയെ ഉപയോഗിക്കാവൂ. കണ്ണൻ ചിരട്ട ഉപയോഗിച്ചാൽ ചിലപ്പോൾ വൃത്താകൃതിക്ക് വരെ എവിടെ കൂടെയെങ്കിലും ഒക്കെ പൊട്ടും. ചിലപ്പോൾ നിങ്ങൾ പിടിച്ചിരിക്കുന്ന ഭാഗം പൊട്ടിയാൽ കൈ മുറിയും. അതുകൊണ്ട് കണ്ണൻ ചിരട്ട ഉപയോഗിക്കരുത്, മൂടൻ ചിരട്ട ഉപയോഗിച്ചോളൂ. പിന്നെ ചിരട്ട ഇങ്ങനെ പിടിക്കരുത്, കാരണം ഇവിടെ മുറിഞ്ഞ് വരാൻ പോകുന്ന സാധനം നിങ്ങളുടെ കയ്യിൽ തുളച്ച് കയറിയാൽ കൈ മുറിയും. ഇങ്ങനെ പിടിക്കാവൂ. ഇതാ, ഇങ്ങനെ പിടിക്കരുത്. ഇങ്ങനെ ആ പൊട്ടേണ്ട ഭാഗം കൈക്ക് വെളിയിൽ വരത്തക്കവണ്ണം ഇങ്ങനെ പിടിച്ചിട്ട് കുപ്പി ഇങ്ങനെ അമർത്തി പിടിച്ച് നല്ലവണ്ണം കൈ കൊണ്ട് ഇടത്തോട്ട് കുപ്പി മേശയിലോട്ട് നല്ല അമർത്തിക്കൊണ്ട് ഈ മൂടൻ ചിരട്ട അതിവേഗത്തിൽ ആഞ്ഞടിക്കൂ. വൃത്താകൃതിയിൽ നിങ്ങൾക്ക് ഹോൾ കിട്ടും. ശ്രദ്ധിച്ച് ചെയ്യണേ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ. നമുക്ക് ഐസ് ക്യൂബ് ഒന്ന് കത്തിച്ചാലോ? നോക്കാം. നിങ്ങൾക്ക് പരിചയമുള്ളൊരു സാധനമാണ്. എന്താ ഇത്? ചിരട്ട. അകം ശൂന്യമാണ്. ഒരിക്കൽ പറയുന്നു, എന്താ ഇത്? ചിരട്ട. ഈ ചിരട്ടയിലോട്ട് ഞാൻ ഐസ് ക്യൂബ് ഇടുകയാണ്. ഐസ് ക്യൂബ് തന്നെയാണ് കേട്ടോ. ഐസ് ക്യൂബ് ഇടുകയാണ്. ഇവിടെ വയ്ക്കുന്നു. ഇനി ഈ ഐസ് ക്യൂബ് ഞാൻ കത്തിക്കാൻ പോവുകയാണ്. ഐസ് ക്യൂബ് നിന്ന് കത്തുന്നു അല്ലേ? ആദ്യം തീ ചെറുതായിരുന്നു. കൂടുതൽ തീ വന്നപ്പോൾ കൂടുതൽ ഐസ് ക്യൂബ് ഉരുകി കൂടുതൽ വെള്ളം ഉണ്ടായപ്പോൾ തീ അണയുന്നതിന് പകരം പിന്നെയും കത്തുകയാണ്.
കത്തുന്തോറും ഐസ് കൂടുതൽ ഉരുകുന്നു, കൂടുതൽ ജലമുണ്ടാകുന്നു, തീ കത്തുന്നു. നിങ്ങൾക്കറിയാം, സാധാരണ തീ അണയ്ക്കാനാണ് ജലം ഉപയോഗിക്കുന്നത്. ഇത് ജലം വരുന്നു, തീ കൂടുന്നു, അല്ലെങ്കിൽ തുടരുന്നു. ഇങ്ങനെ കത്തുന്ന ഒന്നാണോ ഐസ് ക്യൂബും ജലവും? അല്ലല്ലോ. അപ്പൊ ഇതിന്റെ പിറകിൽ എന്തോ കളിപ്പീരിലെ ഉണ്ട്. ഇത് ഞാൻ ആ ചിരട്ട ഇവിടെ വച്ചിട്ട് ഐസ് ക്യൂബ് എടുത്തിടുന്നതിനിടയ്ക്ക് നിങ്ങൾ കാണാതെ ചിരട്ടയിലോട്ട് കാൽസ്യം കാർബൈഡ് എന്നൊരു സാധനം കൂടി. നിങ്ങൾ ആദ്യം ചിരട്ടയ്ക്ക് സമീപം ഒരു വെളുത്ത പോലത്തെ ഒരു സാധനം കണ്ടിരുന്നു. ഈ കാണുന്ന ഇത് കാൽസ്യം കാർബൈഡ്. ഈ കാൽസ്യം കാർബൈഡ് ഇട്ടിട്ടാണ് ഞാൻ ഐസ് ക്യൂബ് ഇട്ടത്. ഐസ് ഉരുകിയുണ്ടായ വെള്ളവും കാൽസ്യം കാർബൈഡും ചേർന്ന് പ്രവർത്തിച്ച് അസറ്റ്ലീൻ എന്നൊരു വാതകം ഉണ്ടായി. ആ കാൽസ്യം കാർബൈഡ് ഇപ്പോൾ ഇവിടെ ശേഷിക്കുന്നുണ്ടാവണം, ഉണ്ടോ നമുക്ക് നോക്കാം. ഇതാണ് ഞാനിട്ട കാൽസ്യം കാർബൈഡ്. ഈ കാൽസ്യം കാർബൈഡ് അതിലോട്ട് വെള്ളം വീണപ്പോൾ അസറ്റ്ലീൻ എന്ന വാതകം വന്നു. അതാണ് നിങ്ങൾ ആദ്യം ഒരു പുക പോലെ സാധനം കണ്ടത്. അത് അസറ്റ്ലീൻ ഗ്യാസ് ആയിരുന്നു. ആ ഗ്യാസ് കത്തി, ഐസ് ക്യൂബിന്റെ ഇടയിൽ കൂടെ ഗ്യാസ് വന്ന് കത്തിയപ്പോൾ ഐസ് കത്തുന്ന പോലെ നിങ്ങൾക്ക് തോന്നി. അത് കളിപ്പീരായിരുന്നു. ഞാൻ ആദ്യം മറ്റൊരു പരീക്ഷണത്തിൽ പറഞ്ഞതുപോലെ ഇവിടെ ഇത് താപമോചകം, ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്ന പ്രവർത്തനമാണ്. അസറ്റ്ലീൻ ഉണ്ടാകുന്നതോടൊപ്പം ഒരുപാട് ഹീറ്റ് ലിബറേറ്റ് ചെയ്തു. അത്ര കൈകൊണ്ട് തൊട്ടാൽ പൊള്ളും, പക്ഷേ ഇഗ്നിഷൻ ടെമ്പറേച്ചർ എത്തിയില്ല. അതുകൊണ്ട് ഞാനൊരു ജ്വാല കൂടി കാണിച്ചു കൊടുത്തു. ആ ചൂടുടെ അസറ്റ്ലീൻ കത്തി തുടങ്ങി. അങ്ങനെ ആ അസറ്റ്ലീൻ നിന്ന് കത്തി ഐസ് ക്യൂബിനിടെ കത്തിയതുകൊണ്ട് നിങ്ങൾക്കത് ഐസ് കത്തുന്നായിരുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പക്ഷെ ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. കാൽസ്യം കാർബൈഡ് കിട്ടുന്നത് വെൽഡിങ് സാധനങ്ങൾ വിൽക്കുന്ന കടകളിൽ മാത്രമേ കിട്ടൂ. വാങ്ങുമ്പോൾ ഒരു 25 ഗ്രാമേ വാങ്ങാവൂ. കാരണം സൂക്ഷിച്ചു വെച്ചിരുന്നാലും അത് പൊടിഞ്ഞ് നാശമായി പോകുന്ന ഒരു കെമിക്കലാണ്. ഒരുപാട് വാങ്ങിച്ച് വെക്കരുത്. അത് അടുത്ത 2 ആഴ്ച നിങ്ങൾ നോക്കുമ്പോൾ ഒരു വെള്ളപ്പൊടി മാത്രം കാണുക. ഐസ് ക്യൂബ് നിങ്ങളുടെ ഫ്രിഡ്ജിൽ കിട്ടും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ കാൽസ്യം കാർബൈഡ് എടുത്താൽ സോപ്പിട്ട് കൈ കഴുകിയിട്ട് ആഹാരമൊക്കെ കഴിക്കാവൂ. അല്പം വിഷാംശമുണ്ട്. പക്ഷേ പിള്ളേരെ, കുട്ടികളെ, അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ഈ വിഷം കഴിച്ചിട്ടുണ്ട്, കഴിക്കുന്നുണ്ട്, ഇനിയും ചിലപ്പോൾ കഴിക്കും. അറിയണോ? മാമ്പഴം വാങ്ങാൻ പോയിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള മാമ്പഴവും കറുത്ത പുള്ളികൾ വീണ് മോശമായ മാമ്പഴവും കണ്ടാൽ നിങ്ങൾ ഏത് വാങ്ങും? ആലോചിക്കൂ. ഞാൻ ആ കറുത്ത പുള്ളിയുള്ള വൃത്തിയായിട്ട മാമ്പഴമേ വാങ്ങും. നല്ല ഭംഗിയുള്ള മാമ്പഴം ഞാൻ വാങ്ങൂല. കാര്യം എന്താ അറിയോ? മാവിൽ നിന്ന് മാങ്ങകൾ പറിക്കുമ്പോൾ നല്ല വിളഞ്ഞ മാങ്ങയും വിളയാത്ത മാങ്ങയും താഴെ വരും. ആ വിളയാത്ത മാങ്ങ അത്രയും വേസ്റ്റായിട്ട് അവർക്ക് കളഞ്ഞാൽ അവർക്ക് നഷ്ടം അവരാലോചിക്കും. ഈ വിളഞ്ഞ മാങ്ങ പെട്ടെന്ന് തന്നെത്താനെ പഴുക്കും. 1-2 ദിവസം കഴിയുമ്പോൾ കറുത്ത പുള്ളി വീണ് തുടങ്ങും. ഒരു 2 ദിവസം കഴിയുമ്പോൾ അത് കേടാവുകയും ചെയ്യും. പിഞ്ച് മാങ്ങകൾ പഴുക്കൂല. അവർ ഈ കാൽസ്യം കാർബൈഡ് പൊടിച്ച് വെള്ളവും തളിച്ച് വെക്കുമ്പോൾ മാങ്ങയിൽ ചെറിയ സുഷിരങ്ങൾ ഉണ്ടാവുകയും ഈ അസറ്റ്ലീൻ ഗ്യാസ് മാങ്ങയ്ക്കകത്ത് കയറുകയും അത് പെട്ടെന്ന് പഴുക്കുകയും ചെയ്യും. ഒരു 2 ആഴ്ച കറുത്ത പുള്ളി വീഴാതിരിക്കും. കാണാൻ നല്ല ഭംഗിയായിരിക്കും, പക്ഷെ അതിൻ്റെ അകത്ത് വിഷമുണ്ട്. അപ്പം നല്ല മാങ്ങയും കറുത്ത പുള്ളിയുള്ള മാമ്പഴവും കണ്ടാൽ ആ കറുത്ത പുള്ളിയുള്ളത് വാങ്ങും. ഇതുപോലെ ചീര വാങ്ങാൻ പോകുമ്പോൾ പുഴു വെട്ടിയ ചീരയും പുഴു വെട്ടാത്ത ചീരയും കണ്ടാൽ പുഴു വെട്ടിയ ചീര വാങ്ങും. കാരണം അതിൽ വിഷമില്ലാത്തതുകൊണ്ട് പുഴു വന്ന് കയറി വെട്ടിയതാണ്. വിഷമുള്ള ചീരയിൽ പുഴു വെട്ടാത്തത് എങ്കിൽ ആ പുഴു ചത്തുപോകുന്നുള്ള പുഴുവിനറിയാം, അതുകൊണ്ട് പുഴു വെട്ടാത്തത്. ഇങ്ങനെ നമ്മളെ ഒരുപാട് കളിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ ശാസ്ത്ര അറിവിൽ കൂടെ നിങ്ങൾക്ക് മറികടക്കാൻ കഴിയും. ഇനി എനിക്ക് രക്ഷകർത്താക്കളോടൊന്ന് പറയാനുള്ളത്, പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, ഞാനിന്ന് ഒരുപാട് പരീക്ഷണങ്ങൾ ചെയ്യുന്നെങ്കിൽ ഇതിനെല്ലാം കാരണം എനിക്ക് വേണ്ട പ്രോത്സാഹനം തന്നത് എൻ്റെ അമ്മയാണ്, വേറെ ആരുമല്ല. ഉദാഹരണത്തിന് ഞാൻ 4 പഠിക്കുമ്പോൾ പത്രത്തിൽ വായിച്ച് ഞാൻ കണ്ട ഒരു പരീക്ഷണം ശുദ്ധ അബദ്ധമായിരുന്നു ചെയ്തത്. അത് വെള്ളച്ചാട്ടത്തിന് ശക്തി കുറഞ്ഞു, അതുകൊണ്ട് കറണ്ട് കുറയുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു വന്നു വീഴുന്ന വെള്ളത്തിനകത്തുള്ള എന്തോ ശക്തിയാണ് കറണ്ട്. അപ്പോൾ ഇപ്പോൾ ബൾബ് കത്തിക്കാൻ നേരത്തെ ഒരു കുഞ്ഞു ബൾബ് എടുത്ത് 2 വയർ കണക്ട് ചെയ്ത് അറ്റത്ത് വെള്ളം ഒഴിച്ചു നോക്കി, ബൾബ് കത്തിയില്ല. അപ്പം പിന്നെ വാശിയായി, കത്തിക്കണം കുറച്ചുകൂടെ, കാരണം വെള്ളച്ചാട്ടത്തിന് ശക്തി പോരാന്നല്ലേ പേപ്പറിൽ കണ്ടത്. കുറച്ചുകൂടെ ഉയരത്തിൽ നിന്ന് വെള്ളം ഒഴിച്ചു നോക്കി, കത്തിയില്ല.
അപ്പൊ പിന്നെ ഞാൻ പാടുവിട്ട് മരത്തിന്റെ മുകളിലൊരു കപ്പി കെട്ടി കയറ് വെച്ച് ഒരു ബക്കറ്റ് വെള്ളം പൊക്കി വലിച്ചെടുത്ത് ഈ ബൾബും വയറും കൂടെ താഴെ വെച്ച് നല്ല പൊക്കൊണ്ട് നല്ല ശക്തിയിൽ വരും. അപ്പൊ കറണ്ട് ഇട്ട് ബൾബ് കത്തുമെന്ന് വിചാരിച്ച് ആ വെള്ളം പാടുവിട്ട് ഒഴിച്ചുകൊണ്ടിരുന്നപ്പോ അമ്മ അവിടെ വന്നു. ബൾബ് കത്തുന്നില്ല, എന്ത് ചെയ്യാടാ നീ എവിടെ? അമ്മ ചോദിച്ചു. ഞാൻ പറഞ്ഞു, വെള്ളം ഒഴിച്ച് കറണ്ട് ഉണ്ടാക്കി ബൾബ് കത്തിക്കാൻ നോക്കുക. ആലോചിക്കൂ രക്ഷകർത്താക്കളെ, നിങ്ങളാണെങ്കിൽ എന്ത് പറയും? അപ്പോ കളഞ്ഞിട്ട് പോടാ അവിടെ നിന്ന് മണ്ടത്തരം കാണിക്കണം എന്ന് പറയും. എൻ്റെ അമ്മ അത് പറഞ്ഞില്ല. നിനക്ക് ബൾബ് കത്തിക്കാൻ പറ്റും മോനെ എന്ന് പറഞ്ഞ് ഒരു ബക്കറ്റ് വെള്ളം അമ്മ കൊണ്ടുവച്ചു. അത് വെച്ച് വീണ്ടും ഒഴിച്ചു, ബൾബ് കത്തിയില്ല. അന്ന് എന്നെ ഫിസിക്സ് പഠിക്കുന്ന അമ്മയുടെ അനിയനെ കൊണ്ട് ബൾബ് കത്തിക്കുന്ന എങ്ങനെയെന്ന് പഠിപ്പിച്ച് എന്നെ കൊണ്ട് ബൾബ് കത്തിപ്പിച്ചിട്ട് ഞാൻ ബൾബ് കത്തിച്ചപ്പോൾ ഒരു സമ്മാനം തന്നു. അടുത്ത ആഴ്ച വേറൊരു പരീക്ഷണം ചെയ്തു, അത് വിജയിച്ചപ്പോൾ അന്നും തന്ന സമ്മാനം. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്യുന്ന ഓരോ പരീക്ഷണം അമ്മയുടെ എന്നെ സമ്മാനം വാങ്ങാനുള്ള ഒരു മാർഗമാണ്. പിന്നെ അങ്ങോട്ട് തകതക പരീക്ഷകൾ ചെയ്യാൻ തുടങ്ങി. സമ്മാനങ്ങൾ അമ്മയുടെ വാരിക്കുട്ടി, അത് ഇന്ത്യൻ പ്രസിഡന്റ് ഇടുന്നതിനേക്കാൾ വലിയ സമ്മാനമാണ് അമ്മയുടെ സമ്മാനം. അതിനുവേണ്ടി ചെയ്തുകൊണ്ടാണ് ഇന്ന് ഒരുപാട് പരീക്ഷകൾ പഠിച്ചത്. ഒരു കാര്യം ഓർക്കണം കുട്ടികളെ, രക്ഷകർത്താക്കളെ, പരീക്ഷണത്തിൽ പരാജയം എന്നൊന്നില്ല. എല്ലാം കണ്ടുപിടുത്തങ്ങളാണ്. നിങ്ങളുടെ പഠിത്തത്തിൽ ഒരിടത്തും പരാജയമില്ല. നിങ്ങളൊരു ബൾബ് കത്തിക്കുമ്പോൾ ഉപയോഗശൂന്യമായ കെമിക്കൽ തീർന്ന ബാറ്ററി ഉപയോഗിച്ച ബൾബ് കത്തൂല. പക്ഷെ അവിടെ നിന്ന് നിങ്ങൾ പരാജയപ്പെട്ടതല്ല, നിങ്ങളത് പഠിച്ചു. ചാർജ് തീർന്ന ബാറ്ററി ഉപയോഗിച്ച് ബൾബ് കത്തിക്കാൻ കഴിയില്ല എന്ന് നിങ്ങളൊരു കണ്ടുപിടുത്തം അവിടെ നടന്നില്ലേ? മുറിഞ്ഞു പോയ വയർ വെച്ച് ബൾബ് കത്തിക്കാൻ ശ്രമിച്ചാൽ കത്തൂല. നിങ്ങൾ അവിടെ പരാജയപ്പെട്ടതല്ല. മുറിഞ്ഞുപോയ വയർ വെച്ച് ബൾബ് കത്തിക്കാനൊക്കില്ല, നിങ്ങൾ അവിടെ കണ്ടുപിടിച്ചു. നിങ്ങൾ അതിന് ഒരിക്കലും ആവർത്തിക്കില്ല തെറ്റ്. നിങ്ങളൊരു കണക്ക് ചെയ്യുമ്പോ ഉത്തരം കിട്ടിയില്ല, തെറ്റിപ്പോയെങ്കിൽ അതും കണ്ടുപിടുത്തമാണ്. അതായത് ഈ മാർഗത്തിൽ ഞാൻ കണക്ക് ചെയ്താൽ എനിക്ക് ഉത്തരം കിട്ടില്ല. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, രക്ഷകർത്താക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഓരോ പ്രവർത്തനവും ഓരോ വിജയമാണ്, പരാജയം എന്നൊന്നില്ല. അവർ ചെയ്യുന്ന കുഞ്ഞു പരീക്ഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കൂ. നീ വിജയിക്കുമെന്നവരെ ആശീർവദിക്കൂ. ഒരു കളിപ്പാട്ടം പൊളിച്ചു നോക്കിയാൽ പൊളിക്കരുതെന്ന് പറയാതെ പൊളിക്കാൻ സമ്മതിക്കുക. അതിനകത്ത് എന്താണെന്നുള്ള റിസർച്ച്, അതറിയാനുള്ള ആകാംക്ഷയാണ് അവനെ കൊണ്ട് പൊളിപ്പിച്ചത്. പൊളിക്കാൻ സമ്മതിക്കൂ. പക്ഷെ ഒരു കാര്യം കൊണ്ട് ചെയ്യുക, അവനെ കൊണ്ട് അത് തിരിച്ച് പഴയതുപോലെ അടുപ്പിക്കുക, ഒന്നാക്കിച്ച് സൂക്ഷിച്ചു വെക്കുക. അല്ല പൊളിക്കാൻ സമ്മതിക്കാതെ മാറ്റി വെക്കരുത്. അവരെ റിസർച്ച് മൈൻഡ് അവസാനിപ്പിക്കരുത്. ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങളുടെ കുട്ടികൾക്ക് ശാസ്ത്രത്തിൽ ഒരുപാട് പുരോഗതി ഉണ്ടാവും. അതുകൊണ്ട് രക്ഷകർത്താക്കളെ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. പരീക്ഷണത്തിൽ പരാജയമില്ല കുഞ്ഞുങ്ങളെ, പ്രവർത്തനങ്ങളിൽ പരാജയമില്ല. തോന്നുന്നതൊക്കെ ചെയ്യൂ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.